മുഖ്യമന്ത്രിയെ അറിയാൻ ദില്ലിയിലേക്ക് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം അത്രയും. കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി ഹൈക്കമാൻഡ് ഇന്ന് നിർണായകമായ ചർച്ച നടത്തുകയാണ്. നേതാക്കൾ ഇന്നലെ ദില്ലിയിലെത്തിയപ്പോൾ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. വി.ഡി. സതീശന് കേരള ഹൗസിൽ വൻ സ്വീകരണമാണ് ജെൻസി പ്രവർത്തകർ ഒരുക്കിയത്. തുടർന്ന് രമേശ് ചെന്നിത്തല കേരള ഹൗസിൽ എത്താതെ താമസം മറ്റൊരിടത്തേക്ക് മാറ്റി. അതേസമയം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് നേരെ വി.ഡി. സതീശന് അനുകൂലിച്ച MSF പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ബാക്കി പിന്നെ കാണാമെന്നായിരുന്നു MSF പ്രവർത്തകരുടെ പ്രതികരണം. ജനവികാരം മാനിച്ചു ഹൈക്കമാൻഡ് തീരുമാനമെടുക്കണമെന്ന് KP നൌഷാദ് അലിയും പറഞ്ഞു. വെറും MLA-മാരുടെ കണക്കിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാതെ ജനവികാരം കൂടി കണക്കിലാക്കണമെന്ന് ഇന്നലെ തന്നെ ഘടകകക്ഷികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജനവികാരം തീർച്ചയായും മാനിക്കണം. കാരണം ജനങ്ങളാണ് MLA-മാരെ വോട്ട് ചെയ്ത് അയച്ചിട്ടുള്ളത്. വി.ഡി. കേരളത്തിൽ ഇത്രയും വിഷണറിയായ വേറെ ലീഡർ ഇപ്പം ഇല്ല. കാരണം ജെൻസിയും അതുപോലെ ബാക്കിയുള്ള ആൾക്കാരും വി.ഡിക്ക് വേണ്ടി ഇപ്പം തന്നെ തെരുവുകളിലും മുറവിളി കൂട്ടി തുടങ്ങി. കാരണം വി.ഡിയെ പോലൊരു നേതാവ് വന്ന കേരളത്തിൻ്റെ ഗതി തന്നെ നമുക്ക് മാറ്റാൻ പറ്റും എല്ലാ രീതിക്കും. കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ട് പര്യവസാനിക്കുമെന്നാണ് കരുതുന്നത്. എല്ലാ കാര്യങ്ങളും വലിയൊരു ജനവിധി കേരളത്തിൽ UDF-നുണ്ടായി. അതിൻ്റെ ഒരു ഉത്തരവാദിത്തം വളരെ കൃത്യമായിട്ട് UDF നിറവേറ്റേണ്ടതുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ട് താമസം വിന പൂർത്തിയാവുമെന്ന് ആണല്ലോ നമ്മളൊക്കെ കരുതുന്നത്. തീർച്ചയായിട്ടും അതങ്ങനെ നമ്മൾ മുമ്പ് കണ്ടുവരാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും പിടിവിട്ട് പോകാതെ കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ട് പര്യവസാനിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഇതിന് വോട്ട് ചെയ്ത ഒരു ദശലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അപ്പം എല്ലാ വികാരങ്ങളും ചേർന്നാണല്ലോ നമ്മൾ ഒരു രാഷ്ട്രീയത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ മാനദണ്ഡമാക്കുക.